നിങ്ങൾക്കറിയാമോ, നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ വലിയൊരു ഭാഗം ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അവർക്ക് നൽകപ്പെടുന്ന കാറ്, സ്റ്റാഫ്, ശമ്പളം, ഇതെല്ലാം കൂടി ചെലവഴിക്കപ്പെട്ട് കഴിയുമ്പോൾ വികസനത്തിനായി ചെലവഴിക്കപ്പെടുന്ന തുലവും പരിമിതവുമാണ്. ഓരോ അംഗങ്ങൾക്കും അലോട്ട് ചെയ്യപ്പെടുന്ന പണം അവർ ചെലവഴിക്കാറുണ്ടോ? ഇല്ല. കുറെ അവരുടെ പോക്കറ്റിൽ വീഴും, കുറെ ശിങ്കിടികൾക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ജനത്തിന് കിട്ടുന്നത് തുലവും നിസാരം. ഞാൻ പറയുന്ന അംഗബലം കൂട്ടണമെന്നല്ല, കുറയ്ക്കണമെന്നാണ്. ലോക്സഭയിൽ 200 പേര്, രാജ്യസഭയിൽ 100, മൊത്തം 300 പരമാവധി. അത്ര ഉണ്ണാൻ പാടുള്ളൂ. നമ്പർ 5, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയുവാനുള്ളത്, എന്തുകൊണ്ട് ഈ ഡിസ്പാരിറ്റി അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നു? ജനസംഖ്യാ നിയന്ത്രണം അത് കൊണ്ടുവന്നപ്പോ നന്നായി നടപ്പാക്കി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, കേരളം ഉൾപ്പെടെ. വടക്കേന്ത്യൻ സംസ്ഥാനം നടപ്പാക്കിയില്ല. അതുകൊണ്ടാണ് അവർ ദാരിദ്ര്യത്തിൽ. അവിടെ അംഗസംഖ്യ കൂടുതലാണ്. അവ നടപ്പാക്കിയവർ മടന്മാരാവുകയല്ലേ? അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദം നടപ്പാക്കിയവർ അവർ ചെയ്ത് തെറ്റായി പോയി എന്ന് വരുമോ? എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത്ര ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ലഭിക്കാതെ വരുന്നു. ഇന്ത്യൻ ദീർഘദൂര സ്വാധീനങ്ങൾ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവാൻ പോന്നവയാണ്. തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ടതാണ്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തെ യാതൊരു കൺസെൻസസും ഇല്ലാതെ, ഏകാഭിപ്രായമില്ലാതെ പെട്ടെന്ന് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഇതൊക്കെ ആരോട് പറയാൻ ഒരു കാര്യമില്ല. താങ്ക് യു.